ആലപ്പുഴയിൽ നിർമ്മാണം നടക്കുന്ന ദേശീയപാതയിൽ ഗർത്തം രൂപപ്പെട്ടു. ചേർത്തല 11ാം മൈലിൽ നിർമ്മാണം നടക്കുന്ന ഫ്ലൈ ഓവറിന് നടുവിലാണ് ഗർത്തം രൂപപ്പെട്ടത്. ഇത് ഫില്ല് ചെയ്യും എന്നാണ് പറയുന്നത്. ഇത് ഫില്ല് ചെയ്താൽ ഇത്തരം കുഴികൾ ഇനിയും രൂപപ്പെടാനും ആൾക്കാർ അതിനകത്ത് വണ്ടിയുമായി വന്ന് വീഴാനും സാധ്യതയുണ്ട്. അതുകൊണ്ട് നാട്ടുകാരെല്ലാവരുടെയും സഹായത്തോടു കൂടി ഇത് തടസ്സപ്പെടുത്തണം. അതുകൊണ്ട് ഇവിടെ ആൾക്കാർ അവരവരുടെ കാര്യങ്ങളുമായിട്ട് പിരിഞ്ഞു പോയ സമയം നോക്കി അവർ JCB ആയിട്ട് വന്നിരിക്കുകയാണ്. കോൺക്രീറ്റ് അതുമായിട്ട് കൊണ്ടുവന്ന് ഇതിനകത്ത് ഫില്ല് ചെയ്യാൻ പോവുകയാണ്. മറ്റ് സ്ഥലങ്ങളിൽ നിന്നുകൂടി ഇതിനകത്ത് ഫില്ല് ചെയ്തിട്ടുള്ള മണ്ണ് ഒലിച്ചു പോയിരിക്കുന്ന സ്ഥിതിവിശേഷമാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. രഘുനാഥ് നാരായൺ വിവരങ്ങളുമായി ചേരുകയാണ്. രഘു, വലിയ ഗർത്തത്തിന്റെ ചിത്രം ദൃശ്യങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഇപ്പോൾ നിലവിലിപ്പോൾ നിർമ്മാണം പുരോഗമിക്കുന്ന ഇടത്താണ് ഇങ്ങനെ ഉണ്ടായതെന്ന് മനസ്സിലാകുന്നു. വിവരങ്ങൾ. പക്ഷേ നിർമ്മാണം ഏകദേശം പൂർത്തിയാക്കിയ ഫ്ലൈ ഓവർ, അതായത് നമ്മുടെ അണ്ടർപാസിന്റെ മുകളിലുള്ള അണ്ടർപാസിനോട് ചേർന്ന് നിർമ്മിക്കുന്ന ഫ്ലൈ ഓവറിലാണ് ഗർത്തം രൂപപ്പെട്ടത്. വൈകുന്നേരം 7 മണിയോടുകൂടി നാട്ടുകാരാണ് ഇത് കണ്ടത്. ആ സമയത്ത് ആ വഴി വാഹനങ്ങളൊക്കെ കടന്നു പോകുന്നുണ്ടായിരുന്നു. നാട്ടുകാർ അവിടെ ഇടപെടുകയും വേഗത്തിൽ തന്നെ ഒരു മുന്നറിയിപ്പ് ബോർഡുകളൊക്കെ സ്ഥാപിക്കുകയും ചെയ്തു. വളരെ വേഗത്തിൽ തന്നെ കരാറുകാരെയും ദേശീയപാത അധികൃതരെയും വിവരം അറിയിക്കുകയും അവരും പെട്ടെന്ന് എത്തി. അതിനുശേഷം ആ ഗർത്തം ഒരു 12 അടിയോളം ആഴമുള്ള ഒരു ഗർത്തമാണ് രൂപപ്പെട്ടത്. ദേശീയപാത അതോറിറ്റി അധികൃതർ കോൺക്രീറ്റ് ഉപയോഗിച്ച് അടയ്ക്കാൻ വേണ്ടി ശ്രമിച്ചപ്പോൾ നാട്ടുകാരത് തടഞ്ഞു. കാരണം നമുക്കറിയാവുന്നതുപോലെ പലയിടത്തും ഈ ദേശീയപാതയുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിൽ പൊക്കത്തിൽ ഉയരപ്പാതയൊക്കെ നിർമ്മിക്കുന്നിടത്ത് പലയിടത്തും ഇത് ഇടിഞ്ഞു പോയിട്ടുണ്ട്. അങ്ങനെ ഒരു അപകട സാധ്യതയുണ്ട്. അതുകൊണ്ട് വിദഗ്ധമായ ഒരു പരിശോധന നടത്തിയതിനു ശേഷം മാത്രമേ അറ്റകുറ്റപ്പണികൾ നടത്താവൂ എന്നുള്ളത് നാട്ടുകാർ പറഞ്ഞു. അതിന്റെ അടിസ്ഥാനത്തിൽ പണി താൽക്കാലികമായി നിർത്തിവെച്ചിട്ടുണ്ട്. അപകടം ഒഴിവാക്കാൻ വേണ്ടി അവിടെ മുന്നറിയിപ്പ് ബോർഡുകളും ഒക്കെ സ്ഥാപിച്ചിട്ടുണ്ട്. അതായത് വലിയ ആശങ്കയുണ്ട്. പലപ്പോഴും നമ്മൾ ദേശീയപാതയുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ടിട്ടുള്ള വാർത്തകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. കൊല്ലത്തടക്കം ഒരു മുഴുവൻ ഭാഗവും ഇടിഞ്ഞു വീഴുന്ന അവസ്ഥയൊക്കെ ഉണ്ടായിരുന്നു. പലപ്പോഴും ഉറപ്പില്ലാത്ത മണ്ണാണ് ഉപയോഗിക്കുന്ന ഒരു വിമർശനമൊക്കെ ഉയർന്നിരുന്നു. ആ വിമർശനത്തിനൊക്കെ സാധൂകരിക്കുന്ന രീതിയിലുള്ള ഒരു ഗർത്തമാണ് ഇവിടെ ഉണ്ടായിരിക്കുന്നത്.